സഖാവ് കൊച്ചുകൃഷ്ണന്റെ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി കുഞ്ഞു അവയവദാതാവായ ആലിൻ ഷെറിന്റെ മാതാപിതാക്കൾ. അവാർഡ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് ഇരുവർക്കും നൽകിയത്. ലോകത്തിന് മാതൃകയായ ആലിൻ ഷെറിൻ എബ്രഹാമിനെയും അവളുടെ മാതാപിതാക്കളെയും ലോകം എന്നും ഓർമ്മിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കുഞ്ഞാലിന്റെ ഓർമ്മകളിൽ തന്നെയാണ് ഇവർ ഇന്നും. മനസ്സിൽ തളം കെട്ടിയ ദുഃഖം ഇപ്പോഴും കണ്ണീരായി മാറാറുണ്ട്. എങ്കിലും അവയവദാനത്തിലൂടെ കുഞ്ഞാലിൻ ജീവിക്കുന്നുണ്ടെന്ന വിശ്വാസമാണ് ഇരുവരുടെയും അതിജീവനത്തിന്റെ കരുത്ത്. ആശുപത്രി കിടക്കയിൽ ഒരു തരത്തിലും അവളെ തിരിച്ചു കിട്ടില്ല എന്ന ബോധ്യം വന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും സംസാരിച്ചു. ആ തീരുമാനം ഉറപ്പിച്ചു. എനിക്ക് നട്ടെല്ലായി നിന്നതാണ് എൻ്റെ ഭാര്യ ഷെറിൻ. ഒരു തരത്തിൽ പോലും എന്നോട് നോ എന്നൊരു വാക്ക് പറഞ്ഞില്ല. വെറും മണ്ണിലേക്ക് പോകുക എന്നുള്ളതിനപ്പുറം ആർക്കെങ്കിലും ജീവൻ നൽകുമെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങളത് ചെയ്തത്. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ വിട്ട് ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ തന്നെ. ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ പേരിൽ എല്ലാവരും തങ്ങളെ ചേർത്ത് പിടിക്കുന്നതിലും ഇരുവർക്കും സന്തോഷമുണ്ട്. വളരെ വേദനയുടെ സമയങ്ങളിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എങ്കിൽ കൂടി കേരള സമൂഹം, ഇന്ത്യ ഒട്ടാകെ, ലോകമെമ്പാടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്നതും ഞങ്ങൾക്ക് ഒരു ബലമാണ്. ഞങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കുവാനുള്ള ആർജവം തരുന്നത് എൻ്റെ ചുറ്റും നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. സഖാവ് കൊച്ചുകൃഷ്ണന്റെ പേരിലുള്ള അവാർഡ് ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ മാതാപിതാക്കൾക്കാണ് ഇത്തവണ കമ്മിറ്റി നൽകിയത്. അവാർഡ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരുവർക്കും നൽകി. മനുഷ്യത്വത്തെ തിരിച്ചറിഞ്ഞ അവസരമാണ് ഇന്നത്തെ ദിവസമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നിറകുടമായിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹത്തരമായ അവയവദാനം നിർവഹിച്ച ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ രക്ഷിതാക്കൾക്കാണ് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ ഇപ്പോൾ നൽകിയത്. ഇത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നു. 4 കുഞ്ഞുങ്ങളാണ് ആലിന്റെ കുഞ്ഞവയവങ്ങളിലൂടെ ജീവിക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന തീരുമാനം ആലിന്റെ അമ്മയും അച്ഛനും അന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു ചരിത്രവും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഇന്നവർ നിറഞ്ഞ സന്തോഷത്തിലാണ്. തങ്ങളുടെ കുഞ്ഞുമാലാക ഇപ്പോഴും ഈ മണ്ണിലുണ്ടെന്ന സന്തോഷത്തിൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.